അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കലാമുണ്ടല്ലോ, ജിബ്രീൽ അലൈഹിസ്സലാം 23 വർഷക്കാലം കൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ സന്നിധാനത്തിലേക്ക് കടന്നു വന്നിട്ട് ബോധിക്കൊടുത്ത ആ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ അവഗണിക്കുന്നവര്, നിസാരമായി കാണുന്നവര്, അതിനെ പടച്ചവനെ ഒരു തമാശ പോലെ കാണുന്നവര്, അല്ലാഹു പറയുകയാ, ഏറ്റവും വലിയ അക്രമി നീനാടാണോ. അല്ലാഹുവിന്റെ ഖുർആൻ എവിടെന്ന് പറയുകയാ, ഏറ്റവും വലിയ അക്രമി നീയാ, അല്ലാതെ കൊല ചെയ്യുന്നവനല്ല, അതാ വർഗീയത പറയുന്നവനല്ല. നീ മനസ്സിലാക്കിക്കോ, ഏറ്റവും വലിയ അക്രമി ആരാണെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ കേട്ടിട്ട് അതിനെ അവഗണിച്ച് കളയുന്നവര്, അതിനെ നിസ്സാരമായി തള്ളിക്കളയുന്നവര് കൊലപാതകിയല്ലടാ. ഇവിടെ പടച്ചവനെ മനുഷ്യരെ പച്ചയ്ക്ക് കൊല്ലുന്നവനല്ല, വർഗീയത പറയുന്നവനല്ല, നിന്നെ തകർക്കാൻ നടക്കുന്നവനല്ല. ഏറ്റവും വലിയ അക്രമി നീയാടാ. കാരണം നീ അല്ലാഹുവിന്റെ കലാമിനെ നിസാരമാക്കിയവനാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ മുന്നിൽ ഓതപ്പെട്ടിട്ട് ആ ഖുർആനിന്റെ ആയത്തുകൾ പാരായണം ചെയ്തിട്ട് അതിന്റെ അർത്ഥം നിനക്ക് പറഞ്ഞു തന്നിട്ട് മനസ്സിലാക്കിയില്ലല്ലോ, നിസാരമാക്കി കളഞ്ഞല്ലോ, തമാശയാക്കിയില്ലേ. ഇത് ഉസ്താദന്മാര് വെറുതെ പറയുന്നതാ. എടാ, ഇത് പൈസ പിരിക്കുന്നതിന് വേണ്ടി അവന്മാര് വെറുതെ പറഞ്ഞതാണെന്ന് പറഞ്ഞു പുച്ഛിക്കുന്ന ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആയത്തുകൾ എടുത്തു വെച്ച് കളിക്കുന്നവര്, അല്ലാഹു പറയുകയാ, ഏറ്റവും വലിയ അക്രമി നീയാടാ, ഏറ്റവും വലിയ അക്രമി നീയാടാ. അതുകൊണ്ട് പെങ്ങള്, ഖുർആൻ നീ മുതൽ ഓതുമ്പോ, ഖുർആൻ പാരായണം ചെയ്യുമ്പോ, ഖുർആൻ ഓതുന്നത് കേൾക്കുമ്പോ, അല്ലാഹുവിന്റെ ഖുർആൻ കാണുമ്പോ ഈ ബോധം നിനക്ക് വേണം പെണ്ണ്. വീടിനകത്ത് വെച്ചിരിക്കുന്ന സർവ്വ സാധനങ്ങളും നീ തുടച്ച് വൃത്തിയാക്കുമല്ലോ, എങ്കിൽ ഖുർആനും തുടയ്ക്കാത്തത്? അത് പൊടിയടിച്ചിരിക്കുന്ന എത്രയോ വീടുകളുണ്ട്. ചെറുപ്പക്കാരാ, കളിയല്ലടാ. അതാ ഗൾഫിൽ ഹജ്ജിന് പോകുമ്പോ, ഉംറയ്ക്ക് പോകുമ്പോ, മദീനത്ത് പോകുമ്പോ, സൗദി അറേബ്യയിൽ നിന്ന്